എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് LP UP വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം പഴശ്ശിരാജ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് വേലുത്തമ്പി ദളവയാണ്. അപ്പം നമുക്കറിയാം നമ്മൾ സിലബസ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത്, ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ നോട്ട് എഴുതി കൃത്യമായിട്ട് ക്ലാസ് പഠിച്ചു പോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമുക്ക് എക്സാമിനോട് അടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഷോർട്ട് നോട്ട് തയ്യാറാക്കി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. വേലുത്തമ്പി ദളവ നമുക്ക് കൃത്യമായിട്ട് നോക്കിപ്പോകാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കിയേ, വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് എന്താണ്? വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര്. അപ്പം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര്. നോക്കേ, വേലുത്തമ്പിയുടെ ജന്മദേശം, വേലുത്തമ്പി ദളവയുടെ ജന്മദേശം എവിടെയാണ്? അത് കൽക്കുളമാണ്. കൽക്കുളമാണ്. എന്നാണ് 1765 കൽക്കുളത്താണ് ആര് ജനിച്ചത്? ആര് ജനിച്ചത്? വേലുത്തമ്പി ദളവ ജനിച്ചത്. അപ്പൊ നോക്കിയേ, വേലുത്തമ്പിയുടെ തറവാട്ടു നാമം എന്താണ്? അത് തലക്കുളത്ത് വീട് എന്നാണ്. വേലുത്തമ്പിയുടെ തറവാട്ടു നാമം തലക്കുളത്ത് വീട് എന്നാണ് കേട്ടോ. ഇനി നോക്കിയേ, അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. ആരുടെ ആയിരുന്നു? അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. ഇനി നോക്കിയേ, വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷം എന്നാണ്? അത് 1802 ആണ്. 1802 ആണ്. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന വർഷം 1802 ആണ്. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ. അപ്പം ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ശ്രദ്ധിക്കുക. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ്? അത് വേലുത്തമ്പിയാണ് കേട്ടോ. വേലുത്തമ്പി ദളവയാണ് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത്. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ആരാണ്? അത് വേലുത്തമ്പി ദളവയാണ്. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ആരാണ്? അതും വേലുത്തമ്പി ദളവയാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹള ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. ഒന്നുകൂടെ വായിക്കുക, ചോദ്യം ഒന്നുകൂടെ വായിക്കുക. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരായി നടന്ന ലഹള ഏതാണ്? അത് തിരുവിതാംകൂർ പട്ടാള ലഹളയാണ്. തിരുവിതാംകൂർ പട്ടാള ലഹളയാണ്. അതെന്നാണ്? 1804. 1804 തിരുവിതാംകൂർ പട്ടാള ലഹള. എന്തിന്? നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നയത്തിനെതിരെ നടന്ന ലഹളയാണ് ഏത്? തിരുവിതാംകൂർ പട്ടാള ലഹള എന്ന് 1804. ഇനി നോക്കിയേ, ഭരണ പരിഷ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ധാരാളം വരും. അപ്പം ഓരോ പരിഷ്കാരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. നോക്കിയേ, അഴിമതിക്കാരും സത്യസന്ധരല്ലാത്തവരുമായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് വേലുത്തമ്പി ദളവ ഭരണത്തിൽ ശുദ്ധീകരണം നടത്തി. ഒന്നാമത്തെ പരിഷ്കാരങ്ങളാണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. നോക്കിയ, ആദ്യത്തെ പരിഷ്കാരം തന്നെ എന്തായിരുന്നു? അദ്ദേഹം ആദ്യം തന്നെ ഭരണത്തിൽ കൊണ്ടുവന്ന മാറ്റം എന്തായിരുന്നു? നോക്കിയേ, അഴിമതിക്കാരും സത്യസന്ധരല്ലാത്തവരുമായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് വേലുത്തമ്പി ദളവ ഭരണത്തിൽ തന്നെ എന്ത് ചെയ്തു? ഒരു ശുദ്ധീകരണം അങ്ങ് നടത്തി. നോക്കിയേ, സർക്കാർ കാര്യങ്ങൾ കാലതാമസമില്ലാതെ നടക്കുന്നതിന് എല്ലാ നടപടികളും എന്ത് ചെയ്തു? കൈക്കൊണ്ടു. എല്ലാ സർക്കാർ നടപടികളും പെട്ടെന്ന് തന്നെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം തന്നെ കൈക്കൊണ്ടു. നോക്കിയേ, ദളവയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും
നികുതിയുടെ കൃത്യമായ സംഭരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. അപ്പൊ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ എന്തായിരുന്നു? ദളവയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും നികുതിയുടെ കൃത്യമായ സംഭരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ. ദിനം പ്രതിയുള്ള വരവു ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ എല്ലാ ജില്ലകളിലെയും താലൂക്കുകളിലെയും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകി. അടുത്ത കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് കേട്ടോ. വളരെ മികച്ച രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങളാണ് ആര് നടപ്പിലാക്കിയത്? ദളവ നടപ്പിലാക്കിയത്. നോക്കിയേ, ദിനം പ്രതിയുള്ള വരവു ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ എല്ലാ ജില്ലകളിലെയും താലൂക്കുകളിലെയും ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. ഇനി നോക്കിയേ, അടുത്ത് നോക്കിയേ. ഗ്രാമ നിലവാരത്തിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചു. അപ്പൊ വിദ്യാഭ്യാസത്തിലും എന്ത് ചെയ്തു? ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമ നിലവാരത്തിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശ്രദ്ധ പതിപ്പിച്ചു. ഇനി നോക്കിയേ, അനേകം റോഡുകൾ വെട്ടിക്കുകയും ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ ആഴ്ച ചന്തകള് ഏർപ്പെടുത്തുകയും ഉണ്ടായി. വളരെ പ്രധാനപ്പെട്ടതാണ്. അനേകം റോഡുകൾ വെട്ടിക്കുകയും ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് മുതലായിട്ടുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ എന്ത് ആഴ്ച ചന്തകള് ഏർപ്പെടുത്തുകയും ഉണ്ടായി. ഇതെല്ലാം ആരുടെ പരിഷ്കാരങ്ങളാണ്? ദളവയുടെ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു. നോക്കിയേ, തരിശുഭൂമിയിൽ വലിയ തോതിൽ നെൽകൃഷി നടപ്പിലാക്കി. തരിശുഭൂമിയില് എന്താണ്? വലിയ തോതിൽ നെൽകൃഷി നടപ്പിലാക്കി. ഇനി നോക്കിയേ, വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. പാതിരാമണൽ ദ്വീപിനെ എന്ത് ചെയ്തു? കൃഷിയോഗ്യമാക്കി. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യം പുലർത്തി. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യം പുലർത്തി. ഇതെല്ലാം എന്താണ്? ദളവയുടെ ഭരണ പരിഷ്കാരങ്ങളാണ്. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ധാരാളം വരും. കൃത്യമായിട്ട് വായിച്ചിട്ട് പോകണം കേട്ടോ. നോക്കിയേ, തിരുവിതാംകൂർ സ്വന്തം സൈന്യത്തെ പിരിച്ചുവിടുകയും രാജ്യത്തിന്റെ പ്രതിരോധം ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ സ്വന്തം സൈന്യത്തെ പിരിച്ചുവിടുകയും രാജ്യത്തിന്റെ പ്രതിരോധം ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഇനി നോക്കിയേ, ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിപ്പിച്ചത് ആരൊക്കെയാണ്? അത് പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛനാണ് കേട്ടോ. തിരുവിതാംകൂർ സ്വന്തം സൈന്യത്തെ പിരിച്ചുവിടുകയും രാജ്യത്തിന്റെ പ്രതിരോധം ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിപ്പിച്ചത് ആരൊക്കെയാണ്? അത് പഴശ്ശിരാജ, പാലിയത്തച്ഛൻ, വേലുത്തമ്പി ദളവയാണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത് നോക്കിയേ. നമുക്കറിയാം വേലുത്തമ്പി ദളവ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? കുണ്ടറ വിളംബരമാണ് അല്ലേ? ശ്രദ്ധിച്ചു കേട്ടെ. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദളവ ആരായിരുന്നു? അത് വേലുത്തമ്പി ദളവയായിരുന്നു അല്ലെ? വേലുത്തമ്പി ദളവയായിരുന്നു. നോക്കിയേ, കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? അത് 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി 11-നാണ് എന്ത്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പൊ വേലുത്തമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്? അത് കുണ്ടറ വിളംബരമാണ്. അതുപോലെ തന്നെ എന്നായിരുന്നു കുണ്ടറ വിളംബരം സംഭവിച്ചത്? എന്നായിരുന്നു പുറപ്പെടുവിച്ചത്? 1809 ജനുവരി 11-നായിരുന്നു. ഇത് നോക്കിയേ, കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഏതാണ്? അത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് കേട്ടോ. ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ് എന്തിനെ സാക്ഷ്യം വഹിച്ചത്? കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ചത്. 1809 ജനുവരി 11-ന് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. അത് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം ഏതാണ്? അത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. ഇനി നോക്കിയേ, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഇനി നോക്കിയേ, വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആരാണ്? അത് വേലുത്തമ്പി ദളവയാണ്. മറന്നു പോകില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആരാണ്? അത് വേലുത്തമ്പി ദളവയാണ്. ഇനി നോക്കിയേ,
വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് എന്നാണ്? അത് 1809 കുണ്ടറ വിളംബരം എന്നായിരുന്നു? 1809. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് എന്നാണ്? അത് 1809 കേട്ടോ. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം എവിടെയാണ്? അത് മണ്ണടിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് എന്ത് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം. നോക്കിയേ, വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ആരാണ്? വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഇമ്മിണി തമ്പിയാണ് കേട്ടോ. സോറി, നോക്കിയേ, അടുത്ത നോക്കിയേ, വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ആരാണ്? അത് ഉമ്മിണിത്തമ്പിയാണ്. ആരാണ്? ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. നോക്കിയേ, വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണിയെഴുപ്പിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായ ഉമ്മിണിത്തമ്പിയാണ് എന്ത് വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണിയെഴുപ്പിച്ചത്. ഇനി നോക്കിയേ, തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആരാണ്? അത് ഉമ്മിണിത്തമ്പി തന്നെയാണ്. ശ്രദ്ധിച്ചേ, ഇമ്മിണിത്തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതി ഏതാണ്? അത് ഇൻസുവർ കച്ചേരിയാണ് കേട്ടോ. ഇൻസുവർ കച്ചേരിയാണ്. ഇമ്മിണിത്തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതി ഇൻസുവർ കച്ചേരി. ഇത് നോക്കിയേ, തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആരാണ്? ഇമ്മിണിത്തമ്പിയാണ്. വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരവും പട്ടണവും അതുപോലെ തന്നെ പണിയെഴുപ്പിച്ച ദിവാൻ ആരാണ്? അത് ഉമ്മിണിത്തമ്പിയാണ്. നോക്കിയേ, വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പിയാണ്. അതുപോലെ തന്നെ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലെ എന്താണ് മണ്ണടിയിലാണ് കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം ജീവത്യാഗം ചെയ്ത വർഷം ഏതാണ്? അത് 1800. ജീവത്യാഗം ചെയ്തത് എന്നാണ്? അത് 1850. അതുപോലെ തന്നെ കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? അത് 1809 ജനുവരി 11. അപ്പൊ കുണ്ടറ വിളംബരവും അതുപോലെ തന്നെ എന്താണ് വേലുത്തമ്പി ദളവയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വർഷവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് LP UP പോലെയുള്ള എക്സാമിന് അതുപോലെ തന്നെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും വേലുത്തമ്പി ദളവയും പഴശ്ശിരാജയും പാലിയ തച്ചനും തുടങ്ങിയ എല്ലാം എന്താണ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണ് നമ്മുടെ ടെലഗ്രാം പേജും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്